ഹലോ ഹായ്. അങ്ങനെ നമ്മുടെ റാപ്പർ വേടനെതിരെ പീഡന കേസ് വന്നിരിക്കുകയാണ്. ഒരു യുവ ഡോക്ടർ പരാതി കൊടുത്തിരിക്കുന്നു. 2021-2023 കാലഘട്ടങ്ങളിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് പരാതി വന്നിരിക്കുന്നത്. അവരെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് കൊച്ചി തൃക്കാക്കര പോലീസ് ഇപ്പോൾ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് എടുത്തിരിക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായിരിക്കും ഇതിൽ പോലീസിന്റെ നടപടികൾ? എന്തൊക്കെയാണ് ഈ പരാതിയുടെ വിശദാംശം? ഏറെ ആരാധകരുള്ള നമ്മുടെ റാപ്പർ വേടനെതിരെ ഒരു പീഡന കേസ് വന്നിരിക്കുകയാണ്. ഒരു യുവ ഡോക്ടർ, വനിതാ ഡോക്ടറാണ് പീഡന കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടെ തൊട്ട് മുമ്പ് നമുക്കൊരു ഇതുപോലെ വേടനെതിരെ നമുക്ക് ഒരു കേസ് ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പറമ്പ് വകുപ്പിന്റെ പുലിപ്പല്ല് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് കേസുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. യുവ ഡോക്ടറിന്റെ 2021 കാലയളവ് മുതൽ 2023 വരെ പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടർ പോലീസ് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും, വേറെ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ വേടന്റെ ആരാധകരാണ്. നമ്മുടെ ആ തൊട്ട് മുമ്പ് നടന്ന വനംവകുപ്പിന്റെ കേസിലായാലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കമന്റ്സും അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് വേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം സർക്കാരിന്റെ പരിപാടികളിൽ ഈ വേടനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിലെ പരിപാടികളൊക്കെ നമുക്കറിയാം, കണ്ടതാണ്. സർക്കാർ തന്നെ ചെറിയ പിന്തുണ വേടനെ കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ തൊട്ടുപുറയിൽ ഇപ്പോൾ നടന്ന രാവിലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി മൊഴിയെടുക്കാനുണ്ട്. ഈ പരാതി കൊടുത്ത ആളിന്റെ വിശദമായിട്ട് എടുക്കാനുണ്ട്. അതിനുശേഷം എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറസ്റ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വേണ്ടർ എന്തായാലും മുൻകൂർ ജാമ്യത്തിന് പോകുമായിരിക്കും. കാരണം വെച്ചാല് ഇതിപ്പം 2 വർഷത്തോളം കാലം പ്രണയം നടിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാരണം റീസണൊന്നും പുറത്തുനിന്നിട്ടില്ല. ഇനിയിപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആരാധകരൊക്കെ ഉള്ള ഒത്തിരി റാപ്പർ വേടൻ എന്നാണ് പറയുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭരിച്ചു. ഒരു സമയത്ത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സോങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ വ്യൂസ് ഉള്ളൊരു ആളാണ് ഈ വേടൻ എന്ന് പറയുന്നത്. അത് അത്രയും റീച്ച് വാല്യുള്ളൊരു ആർട്ടിസ്റ്റാണ്. അത്രയും സിംഗറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുള്ളി വന്ന രീതി ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും.